പിന്നണി ഗായിക ആശാ ഭോസ്ലെ വിടവാങ്ങിയ അന്ത്യം. 92-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. യുവതിയെ ഉൾപ്പെടെ ത്രസിപ്പിച്ച ഭാവഗാനധാരയ്ക്കാണ് യുഗാന്ത്യമാകുന്നത്. വിവിധ ഭാഷകളിലായി 12,000-ത്തിലധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ആശ. രാജ്യം പത്മവിഭൂഷൺ, ദാദാ ഫാൽക്കെ അവാർഡുകൾ നൽകി ആദരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ജിഷ്ണു, 2-3 ദിവസമായി ഹൃദയാഘാതത്തെ തുടർന്ന് അവർ ചികിത്സയിലായിരുന്നു. ഇപ്പോഴാണ് അന്ത്യം സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങൾ. രാജേഷ്, വിവിധ ഭാഷകളിലായി 12,000-ത്തിലധികം ഗാനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുള്ള പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെയാണ് വിടവാങ്ങിയത്. 92 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ നെഞ്ചുവേദനയെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യം ശുഭവാർത്തകൾ ഉണ്ടാകുമെന്നും ആരോഗ്യനില തൃപ്തികരമാകുന്നു എന്ന റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ നിന്ന് വന്നെങ്കിലും അല്പസമയങ്ങൾക്ക് മുൻപാണ് ആശാ ഭോസ്ലെയുടെ മരണ വാർത്ത ആശുപത്രി അധികൃതരും ഒപ്പം ആശാ ഭോസ്ലെയുടെ മകനും സ്ഥിരീകരിച്ചത്. 1993 സെപ്റ്റംബറിലായിരുന്നു ആശാ ഭോസ്ലെയുടെ ജനനം. 40കളുടെ അവസാനത്തോടു കൂടിയാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. 50-60 കാലഘട്ടങ്ങളിൽ സിനിമാ മേഖലയിൽ, പിന്നണി ഗാനമേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ആശാ ഭോസ്ലെക്ക് സാധിച്ചു. ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, ബംഗാളി തുടങ്ങി വിവിധ ഭാഷകളിലായിട്ടാണ് 12,000-ത്തിലധികം ഗാനങ്ങൾക്ക് ആശാ ഭോസ്ലെ ശബ്ദം നൽകിയിട്ടുള്ളത്. ആ ഗാനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടാൻ 12,000-ത്തിലധികം ഗാനങ്ങളിലൂടെയാണ് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടാൻ ആശാ ഭോസ്ലെക്ക് സാധിച്ചത്. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ 2000-ൽ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും 2008-ൽ പത്മവിഭൂഷൺ അവാർഡും നൽകിക്കൊണ്ട് ആദരിച്ച കലാകാരി കൂടിയാണ് ആശാ ഭോസ്ലെ. അവരുടെ വളരെ ഐതിഹാസികമായിട്ടുള്ള കലാജീവിതത്തിനും വ്യക്തി ജീവിതത്തിനുമാണ് ഇപ്പോൾ അന്ത്യമാകുന്നത്. മുംബൈ ആശുപത്രിയിൽ ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപാണ് ആശാ ഭോസ്ലെയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അന്തരിച്ച ലതാ മങ്കേഷ്കർ അവരുടെ സഹോദരിയാണ്. 50-60 കാലഘട്ടങ്ങളിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുള്ള നിരവധി ഗാനങ്ങൾ ആശാ ഭോസ്ലെയുടേതായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആശാ ഭോസ്ലെയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. രാജേഷ്, ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ആശാ ഭോസ്ലെയുടെ സംഗീത ജീവിതം വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. OP നയ്യാറുമായുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ആവോ ഹുസൂർ തുംകോ, RD ബർമോനോടൊപ്പമുള്ള ചുരാലിയ ഹേ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്കിടയിൽ സുപരിചിതമാണ്. ഗായകൻ സുദീപ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുദീപ്, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായികമാരിൽ ഒരാളാണ് ആശാ ഭോസ്ലെ. 80 കാലഘട്ടങ്ങളിലൊക്കെയുള്ള അന്നത്തെ യുവതലമുറയെ ഹരം കൊള്ളിച്ച് നിരവധി പാട്ടുകൾ ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ ആ കാലത്ത് ജീവിച്ചിരുന്നവർ പോലും ഒരിക്കലും മറക്കില്ല ആ ഗാനങ്ങളും ആ ശബ്ദവും. എങ്ങനെ അനുസ്മരിക്കുന്നു ഈ സമയത്ത്? തീർച്ചയായും ആശാജിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്ത് നമുക്ക് അതിന് പകരം വെക്കാൻ ഒരാളില്ല, അങ്ങനെ ഒരു ശബ്ദമില്ല. ആശാജി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഹിന്ദി പാട്ടുകളുടെ കുട്ടിക്കാലത്ത്, എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള ഹിന്ദി പാട്ടുകളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ള 2 ശബ്ദങ്ങളിലൊന്ന് ആശാജിയുടെയാണ്. ലതാജി, ആശാജി. ഈ 2 സഹോദരിമാരിൽ ആരാണ് മികച്ചതെന്നുള്ളത് പോലും സംഗീതാസ്വാദകരുടെ ഇടയിൽ തർക്കമുണ്ട്. കാര്യം ലതാജി ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഔന്നത്യങ്ങളിൽ നിൽക്കുമ്പോൾ പോലും അവരുടെ ഒരു സഹോദരി എന്നുള്ള രീതിയിലല്ല ഒരിക്കലും ആശാ ഭോസ്ലെക്ക് ഈ അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ആശാജി അവരുടെ തനത് ശബ്ദവും അവരുടെ ആലാപന ശൈലിയും കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സിനിമാ രംഗത്ത് ഇത്രയും വലിയ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നത്. പിന്നെ മാത്രമല്ല അവർ ഈ അടുത്ത കാലം വരെയും സജീവമായിരുന്നു. അത് ഈ പ്രായമൊന്നും ഒരു വിധത്തിലും അവരെ ബാധിച്ചിട്ടില്ല. ശബ്ദത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലാതെ മറ്റുള്ള ആലാപനത്തിലുള്ള അവരുടെ ശ്രദ്ധയിലും അവർക്ക് അതിനോടുള്ള താല്പര്യത്തിലും ഒന്നും ഒരു കുറവും വന്നിട്ടില്ല. എല്ലാ കാലത്തും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ മറ്റു ഗായികമാർക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും നേട്ടങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ഇന്റർനാഷണൽ
തലത്തിൽ നോക്കുമ്പോഴും ലോക സംഗീത രംഗത്ത് നോക്കുമ്പോഴും ആശാജി എന്നുള്ളത് വലിയ ഒരു ഐക്കണായിട്ട് നമുക്ക് ഇന്ത്യക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്നോ ഇത്രയും വർഷമായിട്ട് നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. മലയാളത്തിൽ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമാ സംഗീത രംഗത്ത് പോലും ആശാജിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് ഗായികമാരും ലതാജിയും ആശാജിയും ഓരോ പാട്ടുകളുടെ പേരിലാണ് മലയാളികൾ ഓർക്കുന്നതെങ്കിലും പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുള്ളത് നമ്മളിപ്പോ നമ്മുടെ ഭാഷയിലെ പാട്ടുകൾ മാത്രമല്ലല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഹിന്ദിയിലും അതുപോലെ തമിഴിൽ പാടിയ ആശാജിയുടെ പാട്ടുകളൊക്കെ എൻ്റെ പ്ലേ ലിസ്റ്റിലുള്ള പാട്ടുകളുണ്ട്. ഇളയരാജ സാറിന് വേണ്ടിയിട്ട് അവർ പാടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലെല്ലാം പാടിയിട്ടുണ്ട്. പക്ഷേ മേജർ കോൺട്രിബ്യൂഷൻ എപ്പോഴും ഹിന്ദി സിനിമാ രംഗത്ത് തന്നെയാണ്. അതിലെ പല പാട്ടുകളും പ്രത്യേകിച്ച് പെപ്പി സോങ്സ് ഒക്കെ അത് എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്. വളരെ ടഫായിട്ടുള്ള, ഇവരെല്ലാം വളരെ കുട്ടിക്കാലം മുതൽ ക്ലാസിക്കലി ട്രെയിൻഡ് ആയതുകൊണ്ട് അത്തരം പാട്ടുകൾ പാടാനുള്ള വൈഭവത്തോടൊപ്പം തന്നെ സിനിമാ സംഗീതത്തിനനുസരിച്ച് ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു പ്രാവീണ്യം അവർ കാണിച്ചിട്ടുണ്ട്. എല്ലാത്തരം പാട്ടുകളും അതിൻ്റെതായ അർത്ഥത്തിൽ ഏറ്റവും എല്ലാ കാലവും നിലനിൽക്കുന്ന രീതിയിൽ തന്നെ അവർ ആലപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ഇന്ത്യൻ സിനിമാ സംഗീത രംഗത്തിന് വലിയൊരു നഷ്ടമായിരിക്കും ആശാജിയുടെ വിയോഗം എന്ന് പറയുന്നത്. ശ്രീ സുദീപ്, വേറിട്ട ശബ്ദ മാധുര്യമാണ് ആശാജിക്ക്. മാത്രമല്ല പാടുന്നതിൻ്റെ ശൈലി, ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്, ആരാധകരെ സ്വാധീനിച്ചിട്ടുള്ളത് ഏത് ശൈലിയായിരിക്കാം? സ്വാഭാവികമായും ആ ശബ്ദത്തെക്കുറിച്ചാണ് ഏവർക്കും, അല്ലെങ്കിൽ താങ്കളെപ്പോലെയുള്ള ഗായകർക്ക് എടുത്തു പറയാനുള്ളത്. ശബ്ദത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് പതിക്കുന്ന ശബ്ദം എന്ന് തന്നെയാണ്. ഇപ്പോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഗായകരിൽ തന്നെ പല ആളുകളും ആശാജിയുടെ ശൈലികൾ പിന്തുടർന്ന് പാടുന്നവരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമാ സംഗീതം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആശാജിയെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഗായിക സുജാത ചേച്ചിയാണ്. സുജാത ചേച്ചിയുടെ കാതൽ പിശാസ് എന്നൊക്കെയുള്ള പാട്ട് പാടുമ്പോൾ ചേച്ചി തന്നെ പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ആശാജിയുടെ ഒരു ആലാപന ശൈലി മനസ്സിൽ വെച്ചിട്ടാണ് അത്തരം പാട്ടുകൾ പാടിയിട്ടുള്ളത്. ഇപ്പോൾ ആശാജി പാടിയിട്ടുള്ള പാട്ടുകളുടെ നമുക്കിപ്പോൾ കണക്കെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ ലിസ്റ്റാണ്. അതിൽ ആ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരുടെ വെർസറ്റാലിറ്റി. അതിൽ ചിലത് ക്ലാസിക്കലാണ്, ചിലത് വളരെ റൊമാൻറ്റിക് ആണ്, ചിലത് വളരെ ഇപ്പം AR റഹ്മാൻ സാറിന്റെ ഹിന്ദി പ്രവേശം തന്നെ ആദ്യത്തെ ഗാനം ആശാജിയുടെ ശബ്ദത്തിലായിരുന്നല്ലോ, രംഗീലയിലെ പാട്ട്. അല്ലെങ്കിൽ അതിനുശേഷവും പലരുമായിട്ടും എല്ലാ ഗായകരുമായിട്ടും ഇന്ത്യയിലെ എല്ലാ പ്രമുഖരായ ഗായകരോടൊപ്പം അവർ ഡ്യുവറ്റ്സ് പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റഫി സാബിന്റെ ഒപ്പം പാടിയിട്ടുള്ള പാട്ടുകൾ, ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദീവാന ഹുവാ ബാദൽ പോലെയുള്ള റഫി സാബിന്റെ പാട്ടുകൾ, അല്ലെങ്കിൽ കിഷോർ ദായോടൊപ്പം പാടിയിട്ടുള്ള പാട്ടുകൾ, നമ്മുടെ യേശുദാസ് സാറിനോടൊപ്പം പാടിയിട്ടുണ്ട്, ഡ്യുവറ്റ്സ് പാടിയിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ഗായകരോടൊപ്പം വരെ ഉദിത് നാരായൺ സാറിന്റെ കൂടെ, പുതിയ തലമുറയല്ല അദ്ദേഹം, അത്ര പുതിയ തലമുറ എന്ന് പറയാൻ വയ്യ, എങ്കിലും ഇന്ത്യൻ സിനിമാ രംഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന എല്ലാ ഗായകരോടൊപ്പം അവർ പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ ഭാഷകളിലുണ്ട്. അപ്പൊ ആ ഒരു ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഞെട്ടും, എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ പാട്ടുകൾ ഒരു ഗായികയ്ക്ക് പാടാൻ സാധിക്കുക എന്നുള്ളത്. അത് അവരുടെ ഡെഡിക്കേഷൻ തന്നെയാണ്. പൂർണ്ണമായിട്ടും സമർപ്പണത്തോടുകൂടി തന്നെയാണ് ഓരോ പാട്ടുകളെ സമീപിച്ചിട്ടുള്ളത്. അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ്മെന്റ്, ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ്മെന്റും ഈ ആലാപന ശൈലിയെ കൂടുതൽ തേച്ച് മിനുക്കാനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. യെസ്, വളരെ നന്ദി ശ്രീ സുദീപ് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചതിന്. ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. മുംബൈയിലായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ആശാ ഭോസ്ലെയുടെ സംഗീത ജീവിതം പലതരത്തിലുള്ള വൈവിധ്യമാർന്ന മേഖലകളിലൂടെയായിരുന്നു എന്ന് തന്നെയാണ് ഗാനരംഗത്ത് നിന്നുള്ളവർ അതിനെ നിരീക്ഷിക്കുന്നത്. OP നയ്യാറുമായുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ആവോ ഹുസൂർ തുംഗോ, RD ബർമൻ, അതോടൊപ്പം തന്നെ AR റഹ്മാൻ തുടങ്ങിയ നിരവധി സംഗീതജ്ഞരുമായി ആശാ ഭോസ്ലെ പ്രവർത്തിച്ചിരുന്നു. നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചു. വേറിട്ട ശബ്ദത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ആശാ ഭോസ്ലെ.